ക്രിസ്മസ്. എല്ലാ വർഷവും എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു ടൈമാണ് ഡിസംബർ എന്ന്. നവംബർ തുടങ്ങും ഡെക്കറേഷൻസ് കളക്ട് ചെയ്യാനും പുതിയ പുതിയ ഡെക്കറേഷൻസ് എല്ലാ വർഷവും ആഡ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് തോന്നുന്നു ഞാൻ നാട്ടിലുള്ളതിനേക്കാട്ടിലും കൂടുതൽ ഇപ്പോൾ ക്രിസ്മസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് പോലെ. ഇപ്പോഴാണ് ചെറുപ്പത്തിൽ നാട്ടിൽ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തതിൻ്റെയൊക്കെ ഓരോ ഇമ്പോർട്ടൻസ് അതിൻ്റെ വാല്യൂ ഒക്കെ മനസ്സിലാവുന്നത്. ഇത് ഞങ്ങളുടെ ഈ വർഷത്തെ ചെറിയൊരു ക്രിസ്മസ് മെമ്മറി. ഇവിടെ ഖത്തറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പല രാജ്യത്തു നിന്നുള്ളവരുടെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ പല ലാംഗ്വേജസിലുള്ള കുർബാനകൾ നടക്കുന്ന പള്ളികളായിട്ട് ഒരുപാട് പള്ളികളുണ്ട്. അതെല്ലാം കൂടെ ഒരൊറ്റ കോംപ്ലക്സായിട്ട് റിലീജിയസ് കോംപ്ലക്സിൽ ഒരുമിച്ചാണുള്ളത്. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ട ക്രൗഡ് അവിടെ പള്ളികളിലേക്ക് കയറാനുള്ളത്. ഇവിടെ കയറുന്നതിന് മുമ്പ് നമുക്ക് ചെക്കിംഗ് ഒക്കെ ഉണ്ട് ഫോർ സെക്യൂരിറ്റി റീസൺസ്. അപ്പോൾ ഈവനിങ് ആയപ്പോൾ ടോണി ഓഫീസിൽ നിന്നൊക്കെ വന്നു. ഞങ്ങൾ പള്ളിയിലേക്ക് കുർബാന കൂടി, പള്ളിയിലിങ്ങനെ നടന്നു, പള്ളിയിൽ നിന്ന് കേക്കൊക്കെ കിട്ടി. പിന്നെ ഞങ്ങൾ ഇവിടെ ടോണിയുടെ ഫാമിലിയിൽ ടോണിയുടെ ഒരു കസിൻ്റെ ഫാമിലി ഇവിടെ ഉണ്ട്. അവിടെ ആയിരുന്നു ഞങ്ങൾ ക്രിസ്മസിനായിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മളെ വീട്ടിലേക്കൊക്കെ വിളിച്ചു, അവരുടെ ക്രിസ്മസ് സെലിബ്രേഷൻസൊക്കെ കണ്ടു. ഇപ്പോഴാണ് നമ്മൾ എന്താണ് മിസ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാവുന്നത്. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്നൊക്കെ പറയില്ലേ. ബട്ട് ഇവിടെയും ടോണിയുടെ ഫാമിലി ഉള്ളതുകൊണ്ട് നമുക്കതത്ര മിസ് ചെയ്യും. എന്നാലും നമുക്ക് ആ ഒരു സ്പേസ് ഫിൽ ചെയ്യാൻ പറ്റി. ടോണിയുടെ ഒരു ഫാമിലി ഇതാണുള്ളത്. പിന്നെ എൻ്റെ ഒരു അങ്കിളും ഫാമിലി ഇവിടെ ഉണ്ട്. സോ ഇറ്റ്സ് ഓക്കെ, വി സ്റ്റിൽ ഹാവ് ഫാമിലി ഹിയർ. അതുകൊണ്ട് കുഴപ്പമില്ല. സോ ഞങ്ങൾ നെക്സ്റ്റ് ഡേ അവിടെ തന്നെ ആയിരുന്നു. ക്രിസ്മസ് ഡിന്നറൊക്കെ കഴിഞ്ഞ് ഉറങ്ങി, രാവിലെ എണീറ്റു. പിന്നെ ഞങ്ങൾ ഗെയിംസൊക്കെ കളിക്കുമായിരുന്നു. ഞാനും ടോണിയും വീട്ടിൽ കൂടുതൽ കളിക്കുന്നത് ലൂഡോ ഒക്കെ കളിക്കും കേട്ടോ. മൊബൈലിലല്ല, ഇങ്ങനെ ബോർഡ് ഗെയിം പോലെ തന്നെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. നല്ല ഹെവി ലഞ്ചായിരുന്നു. ടോണിയുടെ അമ്മയുടെ ചേച്ചിയും ഫാമിലിയാണ് ഇവിടെ ഉള്ളത്. സോ അടിപൊളി ലഞ്ചായിരുന്നു, നാട്ടിലെ പോലത്തെ ഒരു ലഞ്ച്. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പുറത്തൊരു മൂവിക്ക് പോയി. മൂവി എക്സ്ട്രാ ഡീസൻറ്റ് ED. അത് ഇറ്റ്സ് ഓക്കെ, കണ്ടിരിക്കാം. അത്ര ഹൈപ്പൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഇങ്ങനത്തെ ഒരു സിമ്പിൾ ക്രിസ്മസ് ആയിരുന്നു ഞങ്ങൾക്കിവിടെ. എല്ലാവരും ഓരോരോ ക്രിസ്മസ് എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. ബൈ.